എസ് രാമചന്ദ്രൻ പിള്ള CPM-ന്റെ മുതിർന്ന നേതാവ്, ഒപ്പം തന്നെ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയത്. മെഡിക്കൽ ബോർഡുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി VS ആശുപത്രിയിൽ തുടരുകയാണ്. VSന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായി. ഡയാലിസിസ് ഉൾപ്പെടെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിദേശത്ത് അദ്ദേഹത്തിന് ചികിത്സ കഴിഞ്ഞ് തിരികെ എത്തിയതിനു ശേഷം ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അനന്തൻ, അതായത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള വിവരമാണ് നൽകിയത്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ അതൊക്കെ തുടരുന്നു എന്നുള്ളതുമാണ്. അതൊക്കെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം, ഇന്നും അതൊക്കെ തുടർന്നിട്ടുണ്ടോ? ഇന്ന് എന്താണ് ഉണ്ടായ മാറ്റത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അക്ഷയ, ഇന്നിപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ വിവരങ്ങൾ ഒന്നും, അല്ലെങ്കിൽ VSന്റെ ആരോഗ്യനില സംബന്ധിച്ച് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഇറങ്ങിയിരുന്നു. അതിലൊക്കെ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ രീതികൾ VSന് നടപ്പാക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല, അല്ലെങ്കിൽ ആരോഗ്യനില അതേ സ്ഥിതിയിൽ തുടരുന്നു എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകളിലാണ് നേരത്തെ പുറത്ത് വന്നിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പം മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഈ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മെഡിക്കൽ ബോർഡ് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള കാര്യം വിലയിരുത്തും. ആരോഗ്യനിലയിൽ എന്ത് പുരോഗതിയാണുള്ളത്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ആരോഗ്യനിലയിലുള്ള സ്ഥിതി എന്താണ് എന്നുള്ളത് മെഡിക്കൽ ബോർഡ് വിലയിരുത്തും. അത് മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മെഡിക്കൽ ബോർഡ് അകത്ത് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും നേതാക്കളും ഈ ആശുപത്രിയിൽ എത്തിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവർത്തകർ, ഈ പരിസരത്തുള്ള പട്ടഭാഗത്തൊക്കെയുള്ള CPM പ്രവർത്തകരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം VSന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 21-നാണ് VSനെ ഈ ആശുപത്രിയിൽ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് ഡയാലിസിസ് അടക്കമുള്ള ചികിത്സ നൽകിയിരുന്നു. ഒപ്പം വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. വെന്റിലേറ്റർ സഹായത്തോടെ ആണ് അദ്ദേഹത്തിന്റെ ചികിത്സാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിനുകളും പുറത്തിറക്കിയിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലെയും കഴിഞ്ഞ 2-3 ദിവസമായി VSന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മൾ അല്ലാതെ അന്വേഷിക്കുമ്പോൾ അതേ നില തുടരുന്നു എന്നുള്ള മറുപടിയാണ് ആശുപത്രി അധികൃതരൊക്കെ അറിയിച്ചിരുന്നത്. ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം VSന്റെ ഈ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ചേരുന്ന മെഡിക്കൽ ബോർഡിന് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, മന്ത്രി KN ബാലഗോപാൽ ഉണ്ട്. പോലീസിൽ നിന്ന് ഇന്റലിജൻസ് ADGP P വിജയനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നത് CPM-ന്റെ മുതിർന്ന നേതാവ് SRP ആണ്. ഏതായാലും അകത്ത് മെഡിക്കൽ ബോർഡ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് കൂടുന്നുണ്ട്. ഒപ്പം നേതാക്കളെല്ലാം അകത്തുണ്ട്. അക്ഷയ, നേതാക്കളൊക്കെയും ഇപ്പോൾ അകത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം SRP എസ് രാമചന്ദ്രൻ പിള്ള, CPM-ന്റെ മുതിർന്ന നേതാവ്, ധനമന്ത്രി KN ബാലഗോപാൽ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരാണിപ്പോൾ അകത്തുള്ളത്. SUT ആശുപത്രിക്ക് അകത്തുള്ളത്. അകത്ത് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. കൃത്യം പറഞ്ഞാൽ ഒരു മാസമായി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് SUT ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാവുന്ന ഒരു സാഹചര്യവും പിന്നീട് SUTയിലെ ഡോക്ടർമാർക്കൊപ്പം തന്നെ മറ്റു വിദഗ്ധരും ചേർന്ന് യോഗം ചേരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അദ്ദേഹം അതിജീവിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കളൊക്കെ ആ തരത്തിലാണ് അതിനെ പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ഡയാലിസിസ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. VSന്റെ മകൻ തന്നെ അരുൺ തന്നെയാണ് നേരിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ VSന്റെ ആരോഗ്യനിലയെ പറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇന്നിപ്പോൾ ആശുപത്രിയിൽ നിന്നൊരു റിലീസോ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളോ നമുക്ക് VSന്റെ ആരോഗ്യനിലയെ പറ്റി ലഭ്യമായിട്ടില്ല. 102 വയസ്സ് പ്രായമുണ്ട്. VS അച്യുതാനന്ദൻ ഒരു മാസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജൂൺ 21-നാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ചികിത്സയുണ്ടായിരുന്നത്. 10 ദിവസം അമേരിക്കയിലായിരുന്നു. അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. തിരികെ കേരളത്തിലെത്തി ഇന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ്.
പക്ഷേ മുഖ്യമന്ത്രി മാത്രമല്ല ഉള്ളത്, കൂടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, മറ്റു നേതാക്കളുണ്ട്. കൂടുതൽ CPM പ്രവർത്തകരൊക്കെ ഇപ്പോൾ ആശുപത്രിക്ക് സമീപത്തായി എത്തുന്നു എന്നുള്ള വിവരമാണ് അനന്തൻ നൽകുന്നത്. ഈ വിവരങ്ങളൊക്കെ നമുക്ക് ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷേ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു വ്യക്തത ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്നതിനെ സംബന്ധിച്ച് ലഭ്യമായി തുടങ്ങുകയുള്ളൂ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുശേഷമായിരിക്കും അറിയുകയുണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ഇവരെ ഇറങ്ങിയതിനു ശേഷം ഈ നേതാക്കൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് ഇതിലൊരു വ്യക്തത തരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അപ്പോൾ തന്നെ CPM പ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒക്കെ എത്തിയതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. എന്തായാലും കൂടുതൽ CPM നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അനന്തൻ, മറ്റെന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമായി തുടങ്ങുന്നുണ്ടോ? CPM പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയെന്ന് പറയുമ്പോൾ സാധാരണ പ്രവർത്തകർ മുഖ്യമന്ത്രി വന്നതുകൊണ്ടാണോ അതോ VS-ന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയിലാണോ എന്നൊക്കെയുള്ളതാണ്? അക്ഷയ, നമുക്കറിയാം VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ ഗുരുതരമായൊരവസ്ഥയിലാണ് പട്ടം SUT ആശുപത്രിയിൽ 29 ദിവസം മുൻപ് പ്രവേശിപ്പിച്ചത്. അന്ന് വെന്റിലേറ്റർ അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തുടർ ചികിത്സകൾ നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ ആരോഗ്യനില തരണം ചെയ്തു എന്നുള്ളൊരു ശുഭകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയിരുന്നത്. മാത്രമല്ല ഇടയ്ക്ക് മരുന്നുകളോട് പ്രതികരിക്കാത്തൊരു സ്ഥിതിയും ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ പിന്നീട് തരണം ചെയ്യുകയും ഡയാലിസിസ് നടത്തിയപ്പോൾ അത് കുറച്ച് ഗുണം ഭാഗത്ത് നിന്ന് അതിനുശേഷം എന്തൊക്കെയാണോ അന്ന് തീരുമാനിച്ച മെഡിക്കൽ ബോർഡ് തീരുമാനിച്ച ചികിത്സാ രീതികൾ അതൊക്കെ VS അച്യുതാനന്ദന് നൽകി പോരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 102 വയസ്സാണുള്ളത്. അപ്പോൾ ആ പ്രായമുള്ള ഒരു വ്യക്തിക്ക് നൽകേണ്ട ചികിത്സയ്ക്കൊക്കെ പരിമിതികളുണ്ട്. സൂചിപ്പിച്ച പോലെ 102 വയസ്സാണ് സഖാവ് VS അച്യുതാനന്ദന്റെ പ്രായം. മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണുകയാണ്. അവിടെ മെഡിക്കൽ ബോർഡ് യോഗം പുരോഗമിക്കുന്നു. നമുക്ക്